പാതയോരത്തിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. തിരുവനന്തപുരത്ത് റെയിൽവേ ഗതാഗതം ഇല്ലാതിരുന്ന ഒരു കാലത്ത് തിരുവിതാംകൂർ മഹാരാജാക്കളും കുടുംബാംഗങ്ങളും യാത്രകൾക്കായി ഉപയോഗപ്പെടുത്തിയിരുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനായിരുന്നു. ആ സമയങ്ങളിൽ രാജാവിന് താമസിക്കാനായി കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തായി ഒരു മന്ദിരം പണിയുന്നു. 1904 പണിത് കാട് മൂടിക്കിടക്കുന്ന ആ പ്രതാപകാലത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഏവർക്കും പാതയോരത്തിന്റെ പുതിയ ഒരു നിറമുള്ള കാഴ്ചകളിലേക്ക് സ്വാഗതം. കൊല്ലം നഗരത്തിൽ റെയിൽവേ സ്റ്റേഷനടുത്ത് ചിന്നക്കട മേൽപ്പാലത്തിൽ നിന്നും താഴോട്ട് നോക്കിയാൽ താഴെ കാട്ടുവള്ളികൾ പടർന്നു കയറി ഇഴജന്തുക്കളുടെ താവളമായി മാറി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിട നിർമ്മിതി കാണാം. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ചീനക്കൊട്ടാരമെന്ന് വിളിക്കുന്ന ഈ നിർമ്മിതിയാണ് അവഗണനയുടെ ഭാരം പേറി കൊല്ലം നഗര ഹൃദയത്തിൽ തന്നെയുള്ളത്. കണ്ടാൽ ഒരു ചൈനീസ് കൊട്ടാരം ആണെന്ന് തോന്നുമെങ്കിലും ചൈനയുമായി ഇതിന് ബന്ധമൊന്നുമില്ല. പരമ്പരാഗത ചൈനീസ് വീടുകളുമായി സാദൃശ്യമുണ്ടാക്കുന്ന തരത്തിൽ ചുവന്ന സോംബ്രേ ഇഷ്ടികകൾ കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം. വിദഗ്ധരായ നമ്മുടെ കൽപ്പണിക്കാരുടെയും തച്ചന്മാരുടെയും കരവിരുതിൽ വിരിഞ്ഞ മനോഹരമായ ഒരു കൊട്ടാരമാണ് കൊല്ലത്തുകാർ സ്നേഹപൂർവ്വം ചീന കൊട്ടാരം എന്ന് വിളിക്കുന്ന റെയിൽവേ കൊട്ടാരം. ചിന്നക്കടയിൽ ചരിത്രമുറങ്ങുന്ന ടവർ ക്ലോക്കിന് തൊട്ടടുത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ടവർ ക്ലോക്കിന്റെ കഥകൾ പാതയോരം ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. കൊല്ലം എന്ന നഗരത്തിന്റെ പുരോഗതിക്കായി ഒരുപാട് കാര്യങ്ങൾ നടത്തപ്പെട്ട കാലമായിരുന്നു ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലം. തിരുവിതാംകൂർ രാജവംശത്തിൽ 1885 മുതൽ 1924 വരെ നാടുവാണ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ഈ കൊട്ടാരവും പണി കഴിപ്പിച്ചത്. തിരുവനന്തപുരത്തു നിന്നും തീവണ്ടി ഗതാഗതം ഇല്ലാതിരുന്ന ആ കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവിനും രാജ കുടുംബക്കാർക്കും കൊല്ലം ചെങ്കോട്ട റെയിൽവേ ഗതാഗതം ഉപയോഗപ്പെടുത്തേണ്ടി വരുമ്പോൾ വിശ്രമിക്കാനായി 1904 പണി കഴിപ്പിച്ചതാണ് ഈ മനോഹരമായ നിർമ്മിതി. കൊല്ലം ചെങ്കോട്ട റെയിൽപാത തുറന്നുകൊടുത്തതിനോടൊപ്പം തന്നെ ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണവും പൂർത്തിയാക്കി. ഇരുനില കെട്ടിടം ആണെന്ന് കണ്ടാൽ തോന്നുമെങ്കിലും ശരിക്കും ഒരു നില മാത്രമേയുള്ളൂ. ഇന്ത്യൻ റെയിൽവേയുടെ മൈൽ സ്റ്റോൺ ആൻഡ് മെമ്മറീസ് എന്ന പുസ്തകത്തിൽ ചീന കൊട്ടാരത്തെ പറ്റി പരാമർശമുണ്ട്. വഞ്ചി വീട് മാതൃകയിലുള്ള കൊട്ടാരം എന്നാണ് ഇതിനെ അതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭാരതീയ വാസ്തുവിദ്യയും യൂറോപ്യൻ ഇസ്ലാമിക് മുറീസ് വാസ്തുകലയും സമന്വയിപ്പിച്ച ഒരു വിസ്മയ കൊട്ടാരം. 7 മുറികൾ ഉള്ളതാണ് കൊട്ടാരം. മുൻവശത്ത് ഒരു വരാന്തയും ഉണ്ടായിരുന്നു. ചിന്നക്കട മേൽപ്പാലത്തിന് അഭിമുഖമായിട്ടായിരുന്നു കൊട്ടാരം നിർമ്മിച്ചത്. വടക്ക് ഭാഗത്ത് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരുന്നു. ഇവിടെ നിന്നും മഹാരാജാവിന് നേരിട്ട് തീവണ്ടി കയറാനും ഇറങ്ങാനുമുള്ള സജ്ജീകരണവും ഉണ്ടായിരുന്നു. ആർച്ച് ജനാലകളും അതിൽ ഗ്ലാസ് മ്യൂറൽ പെയിന്റിങ്ങും ഇതിനകത്തെ മനോഹരമായ കാഴ്ചകളായിരുന്നു. വെനീസ് തറയോടുകൾ പാകിയ മുറികളായിരുന്നു കൊട്ടാരത്തിനുള്ളിൽ. ഭാരതീയ തച്ചു ശാസ്ത്ര വിദഗ്ധരുടെ കയ്യൊപ്പ് പതിഞ്ഞ കൊത്തുപണികളും കൂട്ടിനുണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജചിഹ്നമായിരുന്ന ശംഖിന്റെ രൂപം കൊട്ടാരത്തിന്റെ 4 ഭാഗത്തെ ഭിത്തിയിലും പതിച്ചിട്ടുണ്ട്. നടുത്തളത്തിൽ നിന്ന് നോക്കിയാൽ മുകളിൽ പാകിയ ചില്ലിട്ട ഓട് വഴി നീലാകാശം കാണാൻ കഴിയുമായിരുന്നത്രേ. അതുകൊണ്ട് തന്നെ ഓരോ മുറിയും പ്രകാശമാനമായിരുന്നു. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ വന്നതിന് ശേഷവും രാജഭരണത്തിന്റെ അവസാനത്തോടു കൂടിയും സമൂലമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് ചീന കൊട്ടാരം. രാജഭരണം അവസാനിച്ചതോടെ കൊട്ടാരം റെയിൽവേയുടെ അധീനതയിലായി. റെയിൽവേയുടെ മധുര ഡിവിഷന്റെ സബ് കൺട്രോൾ ഓഫീസും തിരുവനന്തപുരത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ഡിവിഷണൽ സ്റ്റോറും പിന്നീട് ഗോഡൌണുമൊക്കെയായി പല കുറി ഈ കൊട്ടാരം വേഷം മാറി. കൊല്ലം നഗരത്തിന്റെ തിലകക്കുറിയാവേണ്ട ചീന കൊട്ടാരത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ദയനീയമാണ്.
മീൻ ചെതുമ്പലുകൾ പോലെയുള്ള ഹെറിറ്റേജ് ഓടുകൾ മാറ്റി പല ഭാഗങ്ങളിലും തകര ഷീറ്റുകൾ മേഞ്ഞിരിക്കുന്നു. മറ്റിടങ്ങളിൽ സാധാരണ ഓടും. കൊട്ടാരത്തിന്റെ കുറച്ചു ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്ത് കാണാനുള്ളൂ. ബാക്കി മുഴുവൻ പാഴ്ചെടികളും വള്ളി പടർപ്പുകളും കൊണ്ട് മൂടിയിരിക്കുകയാണ്. തിരുവിതാംകൂർ റെയിൽവേ ചരിത്രത്തിന്റെയും കൊല്ലം നഗരത്തിന്റെ വികസനങ്ങൾക്കും സാക്ഷിയായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിർമ്മിതിയാണ് കാട് കയറി ഇങ്ങനെ നശിക്കുന്നത്. കൊല്ലത്തിന്റെയും ചിന്നക്കടയുടെയും ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച ഈ കൊട്ടാരവും സംരക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് വെറുതെ പ്രത്യാശിക്കാം. പാതയോരത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു യാത്രയിൽ നിറമുള്ള കാഴ്ചകളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിടവാങ്ങുന്നു.